Okay, now the next stage in your cardiac rehab program will be your partial bed rest. Partial bed rest, അതിൻ്റെ വാക്കിൽ തന്നെയുണ്ട്. It is not totally patient being in the lying position. ഇതിൻ്റെ അകത്ത് ഒരു few hours, there is 1 to 2 hours in a day, the patient is able to sit. സോ ഈ സിറ്റിംഗ് പൊസിഷനിൽ തന്നെ ഫീഡിങ്ങും വാഷിങ്ങും ഇനിയും അത്യാവശ്യം വാഷ്റൂമിൽ പോകാൻ, ദാറ്റ് ഇസ് അവർക്ക് ലാട്രിൻ യൂസ് ചെയ്യാനും ഈ സിറ്റിംഗ് പൊസിഷനിൽ കിടന്നുകൊണ്ട് തന്നെയല്ല, സിറ്റിങ്ങിൽ തന്നെ അവരെ പെർമിറ്റ് ചെയ്യും. ദാറ്റ് ഇസ് ദ ഫേസ് ഓഫ് പാർഷ്യൽ ബെഡ് റെസ്റ്റ് ഇൻ കാർഡിയക് റീഹാബ്. ആൻഡ് ഈ ഫേസിൽ നമ്മുടെ എയിം ഓഫ് ഫിസിയോതെറപ്പി എന്ന് പറയുന്നത്, യെസ്, ഇറ്റ് ഈസ് കണ്ടിന്യൂഷൻ ഓഫ് യുവർ ഫസ്റ്റ് phase where you will be maintaining your to clear your lung fields, to increase the load on the heart such that there is hypertrophy of the myocardium, to educate the patient to recognize signs and symptoms of excess stress, to begin rebuilding the patient's confidence, postural awareness, and to strengthen the legs and trunk muscles. അങ്ങനെ കുറേ നാൾ കിടക്കുമ്പം മസിൽസ് വീക്കായിട്ട് അവർ തളർന്നു പോകാതിരിക്കാനായിട്ട് അവരുടെ സ്ട്രെങ്തനിങ് എക്സസൈസസ് ഓൺ ദിയർ ലോവർ ലിംസ് ആൻഡ് ദിയർ ട്രങ്ക് മസിൽസും ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ ദിസ് ഇസ് ഹൗ ലെറ്റ്സ് സീ ഹൗ വി ആർ ഗോയിങ് ടു ക്യാരി ഔട്ട് ദി എയിംസ്. ഇതിനകത്ത് ഹാഫ് ലൈങ് പൊസിഷനിൽ റിലാക്സേഷൻ ടെക്നീക്സ്, ഇറ്റ് ഈസ് നോട്ട് the repetition, but it is the time duration that we are concentrating on here this time. Relaxation for at least 5 minutes. Posterior basal breathing exercises, that is lower lobes il concentrate cheythu posterior basal breathing exercises 3 times it should be performed. This should be within the patient's pattern, but the inspiratory and expiratory phase may be increased slightly. നേരത്തെ ഡീപ്പ് ആൻഡ് ഷാലോ എന്ന് പറയുന്നതിനെക്കാട്ടും ഒരു കുറച്ചും കൂടെ ഇൻക്രീസ്ഡ് ആയിട്ട് വേണം ഇൻസ്പിറേഷനും എക്സ്പിറേഷനും കുറച്ചും കൂടെ ഡീപ്പായിട്ട് എടുക്കാനായിട്ട്. നൗ ഹാഫ് ലൈയിങ് ഓർ ലൈയിങ്ങിൽ ഫുട്ട് പുള്ളിങ് അപ്പ് ആൻഡ് പുഷിങ് ഡൗൺ, ദറ്റ് ഇസ് ഓൺ ദിയർ ഓൺ, പുള്ളിങ് അപ്പ് ദിയർ ഫുട്ട് ആൻഡ് പുഷിങ് ഡൗൺ ദിയർ ഫുട്ട്, അത് റെപ്പിറ്റേറ്റീവായിട്ട് 5 times. ഫീറ്റ് സർക്കിളിങ് 5 times on each foot. ഇതെല്ലാം ചെയ്യിക്കണം. quadriceps contraction, holding, quadriceps static contractions and gluteal contractions of hold, 5 count of 5 for 3 times. അങ്ങനെയാണ് നമുക്ക് സ്ലോ ആയിട്ട് സ്റ്റഡി ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത്. ഡയഫ്രമാറ്റിക് ബ്രീതിങ് എക്സസൈസ്, ആൻറ്റീരിയർ ബേസൽ ബ്രീതിങ് എക്സസൈസ്, ഹൈ സിറ്റിങ്ങിൽ പോസ്റ്ററൽ ട്രെയിനിങ്, പോസ്റ്ററൽ കറക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് സർജിക്കൽ മാനേജ്മെൻറ്റ് എല്ലാം ചെയ്തതിന് ശേഷം അവർക്ക് പോസ്റ്ററൽ ഡിഫക്റ്റ് വരാനായിട്ടുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് അത് അങ്ങനെ തന്നെ മസിൽസ് ടൈറ്റൻ ചെയ്യാതെ പോകാതിരിക്കാനായിട്ട് നമ്മൾ പോസ്റ്ററൽ ട്രെയിനിങ് കൊടുക്കണം. സോ ദാറ്റ് ദേ ക്യാൻ മെയിൻറ്റെയിൻ എ പെർഫെക്റ്റ് പോസ്ചർ ആൻഡ് അവരുടെ ലങ്ങിൻ്റെ എക്സ്പാൻഷൻ കറക്റ്റായിട്ട് വരാനായിട്ട് പോസ്റ്ററൽ കറക്ഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇനി ഈ ഹൈ സിറ്റിങ്ങിൽ തന്നെ ആം ബെൻഡിങ്, സ്ട്രെച്ചിങ് അപ്പ്, ബെൻഡിങ് ആൻഡ് സ്ട്രെച്ചിങ് ഡൗൺ, ഇത് 10 times വെച്ചിട്ട് ചെയ്യുക. ഹാഫ് ലൈങ്ങിൽ തന്നെ ലാറ്ററൽ ബേസൽ ബ്രീതിങ് എക്സസൈസസും എല്ലാം ചെയ്യിക്കുക. ഇനി ലൈങ്ങിൽ തന്നെ ഹിപ്പ് ആൻഡ് നീ ബെൻഡിങ് ആൻഡ് സ്ട്രെച്ചിങ് എക്സസൈസസ് വിച്ച് ഷുഡ് ബി ഡൺ ഓൺ ബോത്ത് ദി legs. And one leg sideways lifting it up for 3 times, which should be repeated on the other side. That is your abductors eല്ലാം, that is overall leg musclesനെ strengthen ചെയ്യാനായിട്ട് abductor strengthening ആണ് ചെയ്യിക്കുന്നത്. ഇനി ലൈങ്ങിൽ തന്നെ റിലാക്സേഷനും ആൻഡ് പോസ്റ്ററൽ ട്രെയിനിങ്ങും ചെയ്യാം. ക്രുക്ക് ലൈങ്ങിൽ ഹെഡ് ആൻഡ് ഷോൾഡർ പുഷിങ് ബാക്ക്, hold for 5 seconds for 3 repetitions. crook lying, half lying പൊസിഷനിൽ ചെയ്യാവുന്നതാണ് റിലാക്സേഷൻ മോഡിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. നൗ ഇതിൻ്റെ പ്രോഗ്രഷനായിട്ട് വരുമ്പോൾ